അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സല്ലൽ അസ്റ ദഹബ ഇലാ ബനി അബ്ദുൽ അഷ്ഹൽ ഫയതഹദ്ദസു ഇൻദഹും ഹത്താ യൻഹദിറൽ മഗ്രിബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങವು ഒരു പതിവിತ್ತು മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ പിന്നെ അസർ നിസ്കരിച്ചിട്ട് സീദ ഒരു വാക്കിങ് പോകും. ബനു അഷ്ഹൽ ചെല്ലെ പിന്നെ ബനു അബ്ദുൽ ഹഷൽ ചെല്ലെ ഒരു ഗോത്രക്കാരിലേക്ക് പോയിട്ട് അവിടെ കുറേ നേരം ഇങ്ങനെ വിഷയമാക്കും. അനാവശ്യമല്ല, ഇങ്ങനെ അത്യാവശ്യമായ ചില വിഷയങ്ങളെല്ലാം ചർച്ചയാക്കിയിട്ട് ദീനിക്ക് ഉപകാരപ്രദമായ കുറേ വിഷയങ്ങൾ അവിടെ പലക്കെ പറഞ്ഞിട്ട് മഗ്രിബ് തോൽ അവിടെ ഇടും. അങ്ങനെ അബൂ റാഫി റളിയല്ലാഹു അൻഹു ചെല്ലെ ഒരു നാളിലങ്ങ് ഒട്ടിയെ പോയിന്ന. അപ്പോൾ ബൈനമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിൻ ഇലൽ മഗ്രിബി മറന്ന ബിൽ ബഖി. അങ്ങനെ ഒരു നാൾ തെല്ല് ഫലക്ക വന്നിട്ട് ലേറ്റായിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് ടൈം ആകുമ്പോൾ ഫാസ്റ്റായിട്ട് പിന്നെ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് പണ്ട് ഇടയിലായിട്ട് ജന്നത്തുൽ ബഖി പിന്നെ മദീനത്തെ ഖബർസ്ഥാൻ്റെ മുഖാന്തരമായിട്ട് പണ്ടേ അങ്ങനെ പണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അച്ചാനക്കായിട്ട് ഉഫല്ലക്ക ചെന്ന് ഉഫല്ലക്ക ചെന്നിങ്ങ് ഒരാൾ നിന്നിട്ട് ഉണ്ട് അവിടെ ഒരു വെറുക്കടെ ഒരു പ്രവൃത്തി ഉണ്ടായെങ്കിൽ അതൊക്കെ പ്രതിക്രിയയായിട്ട് ചെല്ലൊരു പലക്കായിട്ട് നീ എന്താ ഇത് പണിയെടുത്തേ ഇങ്ങനത്തെ ഒരു പലക്കായിട്ട് കിടത് ഫക്കബ്രദാലി കഫീസർ. അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ വേറാറില്ലാത്ത കൊണ്ടു സഹജമായിട്ട് ഇത് നക്കിയ നിമിത്തങ്ങൾ ചെന്നുകൊണ്ടാണ് വിചാരിച്ച്. എന്നാൽ ഷാക്കായിട്ട് അവിടെ ചെല്ലുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി ചെന്ന് മാലക്ക ഇംഷി, നീ എന്ത് വേണം നിൻ്റെ ബാ എന്നിട്ട് ഒട്ടി പോയി ചെന്ന്. അപ്പം എന്നാ ചെന്ന നബിയെ നിങ്ങൾ ഉഫല്ലക്കാണ് ചെന്നാറല്ലേ, അത് ആർക്കായിട്ട് ചെന്ന നബിയെ എൻ്റെ ഉദ്ദേശിച്ചെന്നമ്മ നൻ്റെ എന്തെങ്കിലും തപ്പു അങ്ങ് കണ്ടെത്താം, ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും കണ്ടെത്താണ്ട് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചെന്നില്ല. നിൻ്റെ സംബന്ധിച്ച് ഞാൻ ചെന്നിടല്ല. വലാകിൻ ഹാദാ ഫുലാനുൻ ബഅസ്തുഹു സായിയൻ അലാ ബനി ഫുലാനിൻ ഫഗല്ല നമിറത്തൻ. ഞാൻ ഈ ജന്നത്തുൽ ബഖിയിൽപ്പെട്ട ഒരു ഖബറിൽ ഉള്ളതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടായിട്ടാണ് ഉഫല്ലക്കാൻ ചെന്നത്. കാരണം അയാളുടെ ഒരു കളക്ഷൻ്റെ വ്യക്തിയായിട്ട് ഞാൻ കടത്തിന്ന്. അങ്ങനെ കളക്ഷനാക്കിയ ഇടയിൽ ഒരു ഷാൾ പോലത്തെ ഒരു സാധനം ആരോ പള്ളിക്ക് ഹദിയാക്കി കടത്തുന്നാറ്. അതിലയാൾ സ്വന്തമാക്കിണ്ടു. ഇപ്പോൾ നോക്കുമ്പോൾ ആ ഷാൾ ആ പുതപ്പു അയാളുടെ തീയായിട്ട് മറിഞ്ഞിട്ട് അയാളെ ഖബറിൽ ശിക്ഷിച്ചിട്ടുണ്ടോ. ഇത് കണ്ടിട്ട് ഞാൻ ഇതെന്ത് പണി നീ എടുത്തേ ചെന്നിട്ട് എനിക്ക് ബേജാറായിട്ട് ആ പലക്ക് ചെന്നതായിട്ട് കിട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ പലക്ക് ചെല്ലും. അപ്പോൾ വളരെ ഗംഭീരമായൊരു വിഷയമായിട്ട് അന്യരെ ഹക്കിടെ നിങ്ങൾ സ്വന്തമാക്കരുത്, അതൊരിക്കലും പാടില്ലാത്തൊരു കാര്യം. എൻ്റെ സാധാരണയായിട്ട് പിന്നെ അവ്യവഹാരങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്ന കാലഘട്ടമായിട്ട് പള്ളിയിലും സ്ഥാപനത്തിലും അതല്ലാത്ത വിഷയത്തിലെല്ലാം ചില മനുഷ്യന്മാർ കളക്ഷൻ്റെ പേരിൽ വ്യവഹാരങ്ങൾ നടത്താറ്. സ്ഥാപനമായിട്ട് കിട്ടിയതാ അല്ലെങ്കിൽ പള്ളിക്കായിട്ട് കിട്ടിയതാ മദ്രസത്തായിട്ട് കിട്ടിയ കാശിലെ ടർണുവാർ ആക്കുന്നതും അതപ്പുറം ഇപ്പുറം ആക്കുന്നതും പിന്നെ ടർണുവാർ ആക്കുകയായിട്ട് പള്ളിയുടെ അധികാരത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ വ്യവഹാരം ആക്കുന്ന ആൾമാർക്കെല്ലാം വലിയൊരു എച്ചരിക്കയായിരിക്കും ഈ ഹദീസ്, ഈ സംഭവം നമുക്ക് കാണുകയുള്ളേ. ഇതേപോലത്തെ ഒരു ഹദീസ് ഇമാം ബുഖാരി പോലത്തെ ഗ്രന്ഥത്തിൽ കണ്ട് ഏതൊരു വ്യക്തിയും അവൻ നടത്തിയതായ അവ്യവഹാരത്തെ എന്നാൽ ആഖിറത്തിൽ അവന് പുറത്തോട്ട് പറഞ്ഞതിൻ്റെ പണ്ട് കട്ടബസ്ത് അതിനെ അവൻ പുറത്തോട്ട് പണ്ട് ചെന്നെങ്കിൽ അത് ചെറിയ ബസ്തായെങ്കിലും ആഖിറത്തിൽ എത്തുമ്പോൾ അത് വലിയ ബസ്തായിരിക്കും. അതിനെ പുറത്തോട്ട് അവനും ആഖിറത്ത് വന്നെങ്കിൽ അവൻ്റെ ആ ഒരു അവസ്ഥ ചെന്നെങ്കിൽ ആഖിറത്തെ ഒരു നാൾ ചെന്നെങ്കിൽ ഇവിടുത്തെ 50,000 വർഷത്തിന് സമയമായിരിക്കും. അപ്പോൾ അത്ര സമയം അത് പുറത്തോട്ട് നിൽക്കണം. അപ്പോൾ ആ സന്ദർഭത്തിൽ അവൻ സഹായത്തിന് യാ മുഹമ്മദിൻ്റെ അല്ല സഹായത്ത് വിളിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ എൻ്റെ നിങ്ങൾ സഹായിക്കണം നായ ഒരു കഷ്ടത്തിൽ കുടുങ്ങിനാ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലില്ല അംലിക്കു ലക ഷൈഅൻ ഖദ് ബല്ലഗ്തുക, ഇന്നത്തെ നാൾ എനിക്ക് സഹായമാക്കുമോ എനിക്ക് സാധ്യമില്ല, ഇന്നത്തെ നിൻ്റെ ഈ പ്രോബ്ലമിൽ സോൾവ് ആക്കുമോ, നിൻ്റെ വിഷയത്തിൽ ഇൻവോൾവ് ആകുമെന്നൊക്കെ സാധ്യമില്ല. ഖദ് ബല്ലഗ്തുക, ഈ വിഷയമെല്ലാം ഞാൻ എനിക്ക്
ദുനിയാവിൽ നിനക്ക് എത്തുപാട്ടി തന്നിര വ്യവഹാരം ഉണ്ടായിട്ടെങ്കിൽ ആഖിറത്തിൽ കഠോരമായ ശിക്ഷ ഉണ്ടോണ്ട് ഞാൻ എനിക്ക് പടിപാട്ടി തന്നിട്ടില്ലേ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെതെല്ലാം ചെയ്തിരേ, അതുകൊണ്ട് ഇന്നത്തെ നാൾ നിക്ക് സഹായമാക്കുമോ, എൻ്റെ കൊണ്ട് സാധ്യമില്ല ചെല്ല പലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയത്തിൽ വലിയ ജാഗ്രത ആക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇത്തരത്തിലുള്ളതായ വ്യവഹാരങ്ങൾ നടത്തരുത് തൊട്ട് അല്ലാഹു നല്ല കാത്ത് രക്ഷിക്കട്ടെ. എല്ലാ കാര്യത്തും അല്ലാഹു ബർക്കത്തും ഖൈറും ചൊരിച്ചു തരട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.